പ്രിയദർശിനി ബസ് സർവീസുകൾ നിരന്തരം റദ്ദാക്കുന്നതായി പരാതി. എറണാകുളം ബോട്ട് ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്ന് വാരാപ്പുഴ, പരവൂർ, കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂരിലേക്കും പൊന്നാനിയിലേക്കും സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ നിരന്തരം ട്രിപ്പ് മുടക്കുന്നതായി തന്നെ യാത്രക്കാർ പരാതിപ്പെട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയങ്ങളിലാണ് ഇത്തരത്തിൽ അടിക്കടി തന്നെ KSRTC ഇത്തരത്തിലൊരു പണി അവിടെ നൽകുന്നത്. ഇതിനാൽ തന്നെ യാത്രക്കാരാകട്ടെ അവിടെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള തിരക്കേറിയ സമയത്താണ് സർവീസുകൾ അവിടെ കൂടുതലായും തന്നെ റദ്ദാക്കപ്പെടുന്നത് എന്നതാണ് പരാതി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ഓർഡിനറി വിഭാഗത്തിൽപ്പെട്ട പ്രിയദർശിനി ബസ്സുകളാണ് സർവീസ് മുടക്കുന്നത് എന്നതാണ് യാത്രക്കാർ പറയുന്നത്. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, പൊന്നാനി ഡിപ്പോകളിലെ ബസ്സുകളാണ് ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത്. ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ തന്നെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഈ സർവീസുകളെ ആശ്രയിക്കുന്നത്. സാധാരണ 10 മുതൽ 20 മിനിറ്റ് വരെ ഇടവേളകളിൽ ബസ്സുകൾ ലഭ്യമാകാറുണ്ടെങ്കിൽ പോലും അടുത്തിടെയായി തന്നെ പല സർവീസുകളും അവിടെ മുന്നറിയിപ്പില്ലാതെ തന്നെ റദ്ദു ചെയ്യപ്പെടുന്നതായിട്ടാണ് യാത്രക്കാർ ആരോപിച്ചിരിക്കുന്നത്. ഇതുമൂലം മണിക്കൂറുകളോളം തന്നെ ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന കൊടുങ്ങല്ലൂർ ഡിപ്പോ ബസ് പലപ്പോഴും റദ്ദാക്കപ്പെടുന്നതായി തന്നെയാണ് യാത്രക്കാർ പറയുന്നത്. 4:10-നുള്ള പൊന്നാനി ബസ്സും അതുപോലെ 4:20-നുള്ള ഗുരുവായൂർ സർവീസും സ്ഥിരമായി തന്നെ മുടങ്ങുന്നതായും പരാതിയുണ്ട്. ഇതോടുകൂടി തന്നെ 3:40-നുള്ള ബസ്സിന് ശേഷം ഗുരുവായൂരിലേക്കുള്ള അടുത്ത ബസ് സർവീസ് 4:50-നാണ് ലഭ്യമാകുന്നത്. അതിനാൽ പിന്നീടെത്തുന്ന ബസ്സുകളിൽ അമിത തിരക്ക് അനുഭവപ്പെടുന്നതായും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് ശേഷം യാത്രക്കാരുടെ അവരുടെ എണ്ണം ഗണ്യമായി തന്നെ വർദ്ധിച്ച സാഹചര്യത്തിൽ സർവീസ് മുടങ്ങുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി തന്നെ യാത്രക്കാർ പറയുന്നുണ്ട്. യാത്രക്കാരുടെ ദുരന്തത്തിന് പരിഹാരം കാണാൻ, അതായത് അവരുടെ ഈ ഒരു ദുരിതത്തിന് പരിഹാരം കാണാൻ KSRTC അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നിരിക്കുകയാണ്. അതേസമയം നമുക്കറിയാം, സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി യാത്ര ഇവിടെ ആരംഭിച്ചിട്ട് വെറും ആഴ്ചകൾ മാത്രം പിന്നിടുന്നതിന് മുൻപെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു കേൾക്കുന്നത്. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഇവിടെ കഴിയുന്നില്ല എങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അവ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നതാണ് പലരും ഇവിടെ അഭിപ്രായപ്പെടുന്നത്. സതീശൻ സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഇതിന്റെ പിന്നിൽ വെല്ലുവിളികളെ എല്ലാം തന്നെ അവർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയതെന്നും, എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ പദ്ധതി കൂടുതൽ ദോഷകരമായി തന്നെ, അല്ലെങ്കിൽ അവർക്കൊരു ദ്രോഹം ചെയ്യുകയാണ് എന്ന ആക്ഷേപം പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആദ്യ ഓട്ടത്തിൽ തന്നെ പ്രിയദർശിനി ആകട്ടെ വമ്പൻ ഹിറ്റായിരുന്നു എന്നും സർക്കാർ ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ ഒരു വസ്തുത അവിടെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിന് പിന്നിലെ നഷ്ടങ്ങൾ തുറന്നു കാണിക്കാൻ പോലും സർക്കാർ ഇവിടെ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ KSRTCക്ക് ദിനം പ്രതി ഈ ഒരു പദ്ധതി മൂലം അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടവും അത് നികത്തുന്നതിന്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ അടിക്കടി തന്നെ സർവീസുകൾ റദ്ദു ചെയ്യപ്പെടുന്നതാകാം എന്നതും ഇവിടെ ഒരു വിലയിരുത്തലായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഒരു നടപടി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമല്ലേ എന്ന് ചോദിക്കാൻ മടിക്കാത്തവരും ഈ യാത്രക്കാരിൽ ഉണ്ട് എന്നതാണ് സത്യം. അത് അവർ തുറന്നു തന്നെ ഇപ്പോൾ ചോദിക്കുന്നതായി തന്നെയുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, എത്രത്തോളം ദുരിതമാണ് പ്രിയദർശിനി പദ്ധതി കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് എറണാകുളത്ത് നിന്നും ഈ ഒരു വാർത്ത വരുന്നത്. മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പറയുന്ന സ്റ്റോപ്പിൽ നിർത്താതെ ബസ് മുന്നോട്ടെടുക്കുക, അതേപോലെ ആളുകളെ കയറ്റാൻ മടി കാണിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഇവിടെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.